കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലും ധാരാളമായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഈ പ്രഭാതത്തിലെ ധ്യാനത്തിന് വേണ്ടി വായിക്കുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചന വാക്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തീയ ലോകത്ത് സുപരിചിതമാണ് ഹന്നയുടെ അനുഭവങ്ങൾ. 1-ാം അധ്യായത്തിനകത്ത് കരഞ്ഞുകൊണ്ട് മാത്രമിരുന്ന ഹന്ന, ദൈവസന്നിധിയിൽ ഹൃദയം കൊണ്ട് മാത്രം മിണ്ടിക്കൊണ്ടിരുന്ന ഹന്ന, വേദനകളുടെയും അപമാനത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ വലിയ ഭാരവും പേറി നടന്ന ഹന്നയെയാണ് കാണുവാനായി കഴിയുന്നത്. പ്രതിസന്ധികളുടെ നടുവിൽ ഒന്നും പറയുവാനില്ലാതെ ചുണ്ടു മാത്രം അനക്കിക്കൊണ്ട് വേദന കടിച്ചമർത്തി ദൈവസന്നിധിയിൽ കടന്നു വന്ന ഹന്ന, 2-ാം അധ്യായം 1-ാം വാക്യത്തിനകത്ത് പറയുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ ആമേൻ ഈ പ്രഭാതത്തിൽ നമ്മെ ആനന്ദിപ്പിക്കും, ആശ്വസിപ്പിക്കും, പ്രത്യാശ നൽകി തരും. 1-ാം അധ്യായത്തിനകത്ത് അധികമൊന്നും ഹന്നയ്ക്ക് പറയുവാനില്ല, കണ്ണുനീരല്ലാതെ. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹന്ന പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്, ചിലതൊക്കെ പറയുക കൂടി ചെയ്തു. ആമേൻ. എന്തോന്നാ ഹന്ന പറഞ്ഞത്? എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. നമുക്കറിയാം, ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ ഏലിയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ മധ്യേ ഹന്ന പറയുകയാണ്, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം നിറച്ച് വേദനകളാണ്, ദുഃഖങ്ങളാണ്, സങ്കടങ്ങളാണ്. എന്നാൽ 2-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നോക്കണമേ. ഹന്ന പറയുന്നു, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഇന്നലകളിൽ വേദനയും ദുഃഖവും സങ്കടവും ഒക്കെ പേറി ദൈവസന്നിധിയിൽ കരഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ തിരിച്ചറിയണം, 2-ാം അധ്യായം പ്രാർത്ഥനയുടെ വിടുതൽ കാണുവാൻ പറ്റിയ അത്ഭുതകരമായ സംഭവമാണ്. പ്രിയരെ, 2-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഈ പ്രഭാതത്തിലും ചിലർക്ക് വേണ്ടി ചിലത് ചെയ്ത് ദൈവം ആനന്ദത്തെ നൽകിത്തരുന്ന പകലായി തീരട്ടെ. അടുത്ത പദം എഴുതിയിരിക്കുന്നത്, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. നിന്ദിക്കപ്പെട്ട മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നടക്കുവാൻ കഴിയാതെ പരാതികളും പരിഭവങ്ങളുമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഹന്ന 2-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, എനിക്ക് തല ഉയർത്തി പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നു. എന്താ കാര്യം? ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. നിന്ദിക്കപ്പെട്ട, തല താഴ്ത്തപ്പെട്ട, വേദനയോടെ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹന്നയോട് ചേർന്ന ഈ തിരുവചനം ഇന്ന് പകലേറ്റെടുക്കാമോ? ഹന്ന പറയുകയാണ്, എൻ്റെ ആമേൻ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. 1-ാം അധ്യായത്തിലെ സാഹചര്യമല്ല പ്രിയരെ 2-ാം അധ്യായത്തിനകത്ത്. 1-ാം അധ്യായത്തിലെ അവസ്ഥകളല്ല 2-ാം അധ്യായത്തിനകത്ത്. 1-ാം അധ്യായത്തിനകത്ത് കാണുന്ന നിരാശയും വേദനയും ദുഃഖവും ഒറ്റപ്പെടലുകളുമല്ല
2-ാം അധ്യായത്തിനകത്ത് കാണുവാനായി കഴിയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതളവ് വരെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഹന്നയുടെ സാക്ഷ്യം നമ്മുടെ മുൻപിലുണ്ട്. അടുത്ത പദം അനുഗ്രഹിക്കപ്പെട്ട പദമാണ്. എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. ഇന്ന് പ്രഭാതം മുഴുവനും പറഞ്ഞാൽ തീരത്തില്ല. ശത്രുക്കളുടെ മുൻപിൽ വായടഞ്ഞു പോയ, ശത്രുവിൻ്റെ മുൻപിൽ ഉത്തരം പറയുവാൻ കഴിയാത്ത, ശത്രുവിൻ്റെ മുൻപിൽ പരാജയപ്പെട്ടു പോയ, അതൊരു പക്ഷേ സ്വന്തം സഹോദരങ്ങളാകാം, ശത്രുക്കളെക്കാൾ ക്രൂരമായി ഇടപെടുന്ന, ശത്രുക്കളെക്കാളും വേദനിപ്പിക്കുന്ന, ശത്രുക്കളെക്കാളും വേദനിപ്പിക്കുന്ന ആരോ ആയിക്കോട്ടെ, ഹന്ന ശബ്ദമുയർത്തി പറയുകയാണ്, എൻ്റെ നാവ്, ആമേൻ, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. ആമേൻ. ഒരുപാട് മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ, ഒരുപാട് കുത്തിക്കീറുന്ന അനുഭവങ്ങൾ, ഒരുപാട് ശാപങ്ങളൊക്കെ ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതാ. അന്നൊന്നും മറുപടി പറയുവാൻ കഴിയാതെ തലകുമ്പിട്ട് കരഞ്ഞുകൊണ്ട് നടന്ന ഹന്ന പറയുകയാണ്, ഏത് ശത്രുവിനോടും മറുപടി പറയത്തക്ക നിലയിൽ എൻ്റെ വായെ ദൈവം വിശാലമാക്കി. ആമേൻ. പ്രിയരെ, എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ശമൂവേലിനെ കുറിച്ചല്ല ഹന്നയ്ക്ക് പറയുവാനുള്ളത്, ശമൂവേലിനെ കൊടുത്ത ദൈവത്തെക്കുറിച്ച്. അവിടെ നിർത്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന ഞാൻ നിങ്ങളിലേക്ക് കൈമാറാം. ഇന്നിൻ്റെ പച്ചയായ ജീവിത സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ഏത് വിഷയമോ ആയിക്കോട്ടെ, ഹൃദയത്തെ തളർത്തിക്കളയുന്ന, പ്രത്യാശയെ പിടിച്ചുകുലുക്കുന്ന, നിരാശയെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എത്ര വലിയ പ്രശ്നങ്ങളോ ആയിക്കോട്ടെ, ഇന്ന് 2-ാം അധ്യായത്തിനകത്ത് ഹന്നയ്ക്ക് പറയുവാനുള്ളത് ശമൂവേലിൻ്റെ കണ്ണിനെ കുറിച്ചും മൂക്കിനെ കുറിച്ചും കൈയെക്കുറിച്ചുമല്ല പറയുവാനുള്ളത്. ഹന്ന വിശ്വസിച്ച, പ്രാർത്ഥിച്ച, ഹന്ന സേവിച്ച ദൈവത്തെക്കുറിച്ച് പറയേണ്ടതിന് അവളുടെ വായ് വിശാലമായി. ആമേൻ. ഇന്ന് പകൽ ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നാളുകളിൽ നാം സേവിച്ച ദൈവത്തെക്കുറിച്ച് ശത്രുവിൻ്റെ മുൻപിൽ അഭിമാനത്തോടും തല ഉയർത്തിയും പറയത്തക്ക നിലയിൽ ദൈവം ചില ദൈവ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മണിക്കൂറായി തീരട്ടെ. ദൈവ കൃപധാരണമായി നമ്മളുടെ മീതെ പകരട്ടെ. ശത്രുവിൻ്റെ മുൻപിൽ വായടഞ്ഞു പോയ, ശത്രു പരിഹസിച്ചപ്പോൾ മറുപടി പറയുവാനില്ലാതിരുന്ന, ശത്രു നിന്ദിച്ചപ്പോൾ, ശത്രു പ്രബലനായപ്പോൾ പിന്നെയും 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 കുത്തി നോവിക്കുന്നത് പോലെ ശത്രു ഇടപെട്ടപ്പോൾ വേദനയോടെ മറുപടി പറയുവാനില്ലാതിരുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം, 1-ാം അധ്യായമല്ല 2-ാം അധ്യായം, കാര്യങ്ങൾക്ക് മാറ്റം വരുവാൻ തുടങ്ങുകയാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പകൽ ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധ ആത്മാവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ. അതിൻ്റെ അവസാനത്തെ ഭാഗം എഴുതിയിരിക്കുന്നത്, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ. ശമൂവേലിൽ സന്തോഷിക്കുന്നു എന്നല്ല ഹന്ന പറഞ്ഞത്, ചെയ്ത അത്ഭുതത്തിൽ സന്തോഷിക്കുന്നു എന്നല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ രക്ഷയിൽ സന്തോഷിക്കുന്നു. സ്ഥിതികൾ മാറട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ, അതിനകത്തുള്ള ഒരൊറ്റ പദം മാത്രം ഞാൻ പറയാം. ശത്രുവിൻ്റെ മുൻപിൽ വായ് വിശാലമാകുന്ന ദൈവപ്രവൃത്തി ഈ നാളുകളിൽ ദൈവം ചെയ്തെടുക്കും. നിശ്ചയമായിട്ടും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് ചിലത് ചെയ്യട്ടെ. പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,
ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ കൃപ ചെയ്യുന്നത് കൊണ്ട് നന്ദി. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.